നിങ്ങളുടെ സ്വപ്നം ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം ചെയ്യുക എന്നതാണോ? എന്നാൽ ഇതാ ഒരു മികച്ച അവസരം. ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപഥ പദ്ധതിയുടെ ഭാഗമായി അഗ്നിവീർ വായു ഇൻടേക്ക് 02/2027 അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അവിവാഹിതരായ ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം 2026 ജൂലൈ 6 മുതൽ ജൂലൈ 26 വരെയാണ്. ഓൺലൈൻ പരീക്ഷ സെപ്റ്റംബർ 22, 23 തീയതികളിലായി നടക്കും. പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2005 ജൂലൈ 1 മുതൽ 2010 ജനുവരി 1 വരെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പ്രായം 22 വയസ്സ് കഴിയാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യതയായി +2 സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളോടെ കുറഞ്ഞത് 50% മാർക്ക് വേണം. കൂടാതെ ചില ഡിപ്ലോമ, വൊക്കേഷണൽ കോഴ്സ് യോഗ്യതകളും അംഗീകരിക്കുന്നതാണ്. മറ്റ് സ്ട്രീമുകളിൽ +2 പാസ്സായവർക്കും 50% മാർക്കോടെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടാകും. തുടർന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അഡോപ്റ്റബിലിറ്റി ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, പുഷപ്പുകൾ, സിറ്റപ്പുകൾ, സ്ക്വാറ്റുകൾ തുടങ്ങിയ പരീക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ പരിശീലനം ആരംഭിക്കുന്നത് നല്ലതാണ്. ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ വർഷം പ്രതിമാസം 30,000 രൂപ ലഭിക്കും. ഓരോ വർഷവും ശമ്പളത്തിൽ വർധനവുണ്ടാകും. കൂടാതെ റിസ്ക് അലവൻസ്, ഡ്രസ് അലവൻസ്, യാത്രാ അലവൻസ്, മെഡിക്കൽ സൗകര്യങ്ങൾ, CSD ആനുകൂല്യങ്ങൾ എന്നിവയും ലഭിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 4 വർഷത്തെ സേവനകാല അവസാനത്തിൽ സേവാനിധി പാക്കേജായി ലക്ഷക്കണക്കിന് രൂപയും ലഭിക്കും. കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഏകദേശം 25% അഗ്നിവീരന്മാർക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ഥിരം കേഡറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരവുമുണ്ട്. അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കാം. രാജ്യ സേവനത്തിനൊപ്പം മികച്ച കരിയർ അവസരവും നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഇതൊരു സുവർണാവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഇത്തരം പുതിയ സർക്കാർ ജോലി വാർത്തകളും റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.